ആധ്യാത്മികതയിൽ അറിവ് പകരുന്ന സന്ധ്യനേരം. രാമായണ മാസത്തിൽ എനി ടൈം ന്യൂസ് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ഓരോ ഹൈന്ദവ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ടതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമായ സന്ധ്യാനേരം വൈകിട്ട് 6:30. പുണ്യാത്മൻ സാദരം നമസ്തേ. രാമായണ മാസമായി ആചരിക്കുന്ന കർക്കടക മാസത്തിൽ അനവധി ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ശീബോധി വയ്ക്കൽ, ദശപുഷ്പം ചൂടൽ, പത്തില വയ്ക്കൽ, തവിട്ടട സേവിക്കൽ, ബലിയിട ചടങ്ങ് എന്നിങ്ങനെ ഒട്ടനവധി ആചാരാനുഷ്ഠാനങ്ങൾ ഈ കർക്കടക മാസത്തിൽ നടന്നു വരുന്നു. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കർക്കിടക ആരംഭത്തിന്റെ തലേന്ന് വീടും പരിസരവും ശുചിയാക്കി വൃത്തിഹീനമായ അവശിഷ്ടങ്ങൾ ദൂരെ കൊണ്ടു കളയണം. ചേട്ടയെ കളഞ്ഞാൽ ശ്രീ ഭഗവതി വീട്ടിലേക്ക് വരുമെന്ന് സങ്കല്പം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ശ്രീലക്ഷ്മിയെ പ്രതിഷ്ഠിക്കുന്നതാണ് ശീബോധി വയ്ക്കൽ. ശ്രീ ഭഗവതിയുടെ പ്രതീകമായി അഷ്ടമംഗല്യം ഒരുക്കിവെച്ച് നേരത്തെ കുളി കഴിഞ്ഞ് രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തി പൂജിക്കണം. കർക്കിടകത്തിലെ മറ്റൊരു ആചാരമാണ് പത്തില വയ്ക്കൽ. കർക്കിടകത്തിലെ 30 ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പത്തില വെച്ച് കറി വെക്കണം. താള്, തകര, ചേമ്പില, ചേനയില, ചീര, മത്തയില, നെയ്യൂർണിപ്പുല്ല്, കുമ്പളത്തില, തവിഴാമ, പയറില എന്നിവ ഈ പത്തില കൂട്ടത്തിൽ അടങ്ങിയിരിക്കുന്നു. മുരിങ്ങയില കർക്കിടക മാസം മുഴുവൻ വർജിക്കണം. കർക്കിടക മാസത്തിൽ മുരിങ്ങയ്ക്ക് കട്ട് എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. മാത്രമല്ല, ശാസ്ത്രീയ നിരീക്ഷണപ്രകാരം ഈ കാലത്ത് മുരിങ്ങയിലയിൽ വിഷാംശം അടങ്ങിയിരിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാംസാഹാരം വർദ്ധിച്ചുകൊണ്ട് കർക്കിടകത്തിലെ പത്തില വെക്കലിലൂടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.